ധോണിയിലെ PT7 ആന ഇപ്പോൾ വളരെ ശാന്തനാണ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പിള്ളേരാണ് അവനെ നോക്കുന്നത്. മനുഷ്യൻ കൊടുക്കുന്ന നിർദ്ദേശമൊക്കെ അനുസരിക്കുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ധോണിയിലാണുള്ളത്. ധോണിയിൽ നമ്മുടെ പശ്ചാത്തലത്തിൽ കാണുന്നത് നമ്മുടെ പഴയ PT7 ആനയാണ്. അദ്ദേഹത്തെ പിടികൂടി കൂട്ടിലടക്കിയും ഇപ്പോൾ ഒരു നാട്ടാനയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചയിലാണ് നമ്മൾ കാണുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ധോണിയിലാണ്. ധോണിയിലെ ഇക്കോ ടൂറിസം സെൻറ്ററിൽ ഇവിടെ 2 നേരം ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. രാവിലെ ഒരു ബാച്ച്, ഉച്ചയ്ക്കൊരു ബാച്ച്. ഉള്ളിലേക്ക് നമുക്ക് നടന്നു പോകാം. ഈ ഫോറസ്റ്റിൽ അവർക്ക് ആവശ്യമായ ഫീസ് അടച്ചിട്ട് അവർ ഗൈഡിൻ്റെ കൂടെ നമ്മളെ വിടും. ഉള്ളിൽ ധോണിയിലെ വെള്ളച്ചാട്ടം വരെയൊക്കെ നമുക്ക് പോകാം. നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഇത് കൂടാണ്ട് ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ആകർഷണം ഇവിടെയുള്ള ഈ നമ്മുടെ PT7 എന്ന ആനയാണ്. പാലക്കാട് ടസ്കർ 7 എന്ന PT7 ഇവൻ ഇടയ്ക്കിടയ്ക്ക് കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുമായിരുന്നു. പുറത്ത് നാട്ടിലിറങ്ങി പല പല പ്രശ്നങ്ങൾക്കും കാരണമായപ്പോൾ പിന്നീട് വനംവകുപ്പ് ഇവനെ മയക്കുവെടി വെച്ച് പിടിക്കേണ്ടായത്. മയക്കുവെടി വെച്ച് പിടിക്കുകയും ഇവിടുത്തെ കൂട്ടിലടക്കുകയും പിന്നെ ഇവനെ ചട്ടം പിടിപ്പിച്ച് ഒരു നാട്ടാനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ PT7 നമുക്ക് അഭിമുഖമായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ നോട്ടക്കാരൻ പയ്യൻ പരിസരമൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. PT7 ചുറ്റും പിണ്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറുപ്പം പയ്യനാണ് അതിനെ നോക്കുന്നത്. PT7 ശാന്തമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കൊടുത്തിരിക്കുന്ന എന്താ പുല്ല് വർഗത്തിൽപ്പെട്ട ചെടിയാണ്. അത് ശാന്തമായിട്ടൊന്ന് കഴിക്കുന്ന ഹൈറ്റ് കുറഞ്ഞ ആനയാണ്. എല്ലൊന്നും പുറത്ത് കാണാനില്ല. നല്ല ഭംഗി, നല്ല കറുപ്പ് നിറമുണ്ട്. വാലിലൊക്കെ നോക്ക് നിറയെ രോമങ്ങളാണ്. സാധാരണഗതിയിൽ നാട്ടാനാണെങ്കിൽ വാലിൽ ഒട്ടും തന്നെ നാട്ടാനാണെങ്കിൽ വാലിൽ ഒട്ടും തന്നെ രോമമില്ലാത്ത തരത്തിൽ എല്ലാം മുറിച്ച് വിട്ടിട്ടുണ്ടാവും. ഇത് കൃത്യമായിട്ട് നിറയെ രോമങ്ങൾ. ഇപ്പോൾ നമ്മൾ ദൂരെ കാണുന്നൊരു കൂടുണ്ട്. ഈ കൂട്ടിനകത്താണ് നേരത്തെ PT7 പാർപ്പിച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് PT7 ഇല്ല, പകരം ഒരു കുട്ടിയാനയാണ്. അട്ടപ്പാടിയിൽ നിന്ന് കിട്ടിയൊരു കുട്ടിയാനേനെ അതിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വേറൊരു ആന കൂടി ഉണ്ട്. ചേട്ടാ, ആനയുടെ പേരെന്താ പറഞ്ഞാൽ? അഗസ്റ്റിനോ? ആ ആന ഉണ്ട്, മതപ്പാടുണ്ട് പുള്ളിക്ക്. അപ്പോൾ പുള്ളി കുറച്ച് അസ്വസ്ഥനാണ്. അപ്പോൾ ആ ഒരു കാഴ്ച നമ്മൾ കാണണം. ഇപ്പോൾ നമ്മൾ ധോണിയിലാണ്. ധോണിയിൽ ദൂരെ മലനിരകൾ കാണാം. നല്ല കരിമ്പാറക്കെട്ട്, അതിൻ്റെ മുകളിൽ ഉണങ്ങിയ പുല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഉള്ളിലേക്ക് പോകാനുള്ള വനപാത. ഫോറസ്റ്റിൻ്റെ ചെറിയ ബിൽഡിങ്ങുകൾ, പച്ച നിറത്തിലുള്ള ബിൽഡിങ് ഉണ്ട്. നായകൾ വന്നിട്ടുണ്ട് അവിടെ. കുറച്ച് ആൾക്കാർ കാഴ്ചക്കാരൊക്കെ ഉണ്ട്. പുള്ളിയുടെ മതപ്പാട് കാരണം അദ്ദേഹം നല്ല അസ്വസ്ഥനാണ്. തലയൊക്കെ ആട്ടുന്നുണ്ട്. ആകെ ബുദ്ധിമുട്ടിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ PT7 ഉള്ള ചുള്ളനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അന്നത്തെ അവസ്ഥയിൽ നിന്നൊക്കെ വിട്ടു. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ കേടുപാടൊന്നും കാണാനില്ല. ശരീരമൊക്കെ നല്ല കൊഴുത്ത് ഉരുണ്ട് നല്ല ഭംഗിയായിട്ട് സ്മാർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. വളരെ ശാന്തനാണ്. ഓക്കെ, നമ്മുടെ PT7 ആനയാണ്. കൃഷ്ണകുമാർജി, നമ്മുടെ PT7 ആണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ആളിപ്പോൾ വളരെ സ്മാർട്ടാണ്. എന്താണ് പുള്ളിയുടെ ഇതിപ്പോൾ കണ്ടിട്ട് തോന്നുന്നത്? വളരെ അനുസരണമുള്ള നാട്ടാനായി മാറിയല്ലോ. അതെ, വളരെ നാട്ടാനായി മാറുന്ന അവസ്ഥയിലാണ്. പക്ഷേ ആനയുടെ ലക്ഷണോത്തര ആന എന്നും പറയാൻ കഴിയില്ല. എങ്കിലും ഒരു ആന നിലയിൽ ഒരു ഗാംഭീര്യം എടുപ്പുള്ള ഒരു ആന. ലക്ഷണമൊത്ത ആന എന്ന് പറയുന്നത് നമ്മുടെ നാട്ടാന ശാസ്ത്രത്തിലെ ലക്ഷണമൊത്ത ആനല്ലേ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാട്ടാനയാണ് പുള്ളി ബേസിക്കലി. അല്ല, എല്ലാ നാട്ടാനകളും ഒരിക്കലും കാട്ടാനായിരുന്നു. അതെ, ഓക്കെ. അപ്പോൾ ആനയെ നോക്കാൻ വന്ന ആളുകളാണ് അവിടെ താമസിക്കുന്നത്. അവിടെ ബേക്കിൽ ഷെഡ് കെട്ടിയിട്ട് അവിടെ താമസമുണ്ട്. നല്ല മരങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശത്താണ് PT7 തളച്ചിട്ടുള്ളത്. ചുറ്റും നല്ല തടിയുള്ള മരങ്ങളാണ്, തേക്ക് മരങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ PT7 കണ്ടിട്ട് മടങ്ങി പോകണം.
ഇപ്പോൾ PT7 പശ്ചാത്തലത്തിൽ ആളുകൾ ഫോട്ടോ എടുക്കുകയാണ്. പഴയ പോലെ അല്ല, PT7 ആള് ശരിക്കും ഇണങ്ങിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെയല്ല ഷെഡ് കിട്ടുന്നത് അങ്ങനെ കിട്ടും. പക്ഷെ നമുക്കിത് കാട്ടിലെടുക്കണം എന്നുള്ളതുണ്ട്. വേണ്ടേ കിട്ടി വീട് പുറകില് കാടിന്റെ പக்கம் കിട്ടില്ല വീട്